ഹായ് ഹലോ, നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? അപ്പം ഞാൻ ഒരുങ്ങുന്ന സ്ഥലം ഇതാണ്. ആദ്യം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഞാൻ അങ്ങനെ എപ്പോഴും ഇടാറില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇടും. അപ്പോൾ ഇതെടുത്തെടുത്ത് തീരാനായി. അപ്പം നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. കറക്റ്റ് എങ്ങനെ ഇടേണ്ടതെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മുടേതായ രീതിയിൽ നമ്മൾ നല്ലപോലെ ഇട്ട് കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാം. നമുക്ക് വേണ്ട സാധനങ്ങൾ അടുത്തടുത്ത് വെച്ചില്ലെങ്കിൽ ഇതുപോലെ കൈ എത്തിച്ചെടുക്കേണ്ടി വരും. പിന്നെ എൻ്റെ ഓയിലി സ്കിന്നാണെങ്കിലും പൗഡറോ ക്രീമോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ഉണ്ടാവും. എന്നാലും നമുക്ക് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും പൗഡർ ഇടണം. അപ്പോൾ അതെന്തായാലും അതിട്ടു. ഈ 2 ഐലൈനറും 2 കണ്ണിലും ഇടാൻ വേണ്ടി എടുത്തല്ല കേട്ടോ. ഒന്നെൻ്റെ തീർന്ന ബോട്ടിലാണ്, മറ്റൊന്ന് പുതിയത് ഇന്നാണ് ഞാൻ എടുക്കുന്നത്. കുറേ വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഐലൈനറാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐലൈനർ. കണ്ണ് എഴുതുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന കാര്യം അത് തന്നെയാണ്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് എഴുതാനാണ് എനിക്കിഷ്ടം. ആദ്യം കുറച്ച് ഷേപ്പ് വരച്ച് പിന്നെ അതിൽ ഫില്ല് ചെയ്യാണ് ഞാനെപ്പോഴും. ഇപ്പോൾ കണ്ണെഴുതുമ്പോൾ ഫോണിൽ നോക്കണോ കണ്ണാടിയിൽ നോക്കണോ എന്ന് ആകെ കൺഫ്യൂഷൻ. ഞാൻ ആദ്യമൊന്നും ഇതുപോലെ കണ്ണെഴുതില്ലായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളാണ് എനിക്ക് ആദ്യമായിട്ട് ഐലൈനർ വെച്ചിട്ട് കണ്ണെഴുതിയത്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ അവളാണ് എനിക്ക് ആദ്യമായിട്ട് ഐലൈനർ വെച്ച് കണ്ണെഴുതി തന്നത്. നിനക്ക് കണ്ണെഴുതിയാൽ നല്ല രസമുണ്ടാവും ടിഞ്ചു എന്ന് പറഞ്ഞിട്ട് അവൾ ചെറുതായിട്ട്, ഞാൻ പറഞ്ഞു ചെറുതായിട്ട് എഴുതിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവളാണ് എനിക്ക് ആദ്യമായിട്ട് ഐലൈനർ വെച്ച് കണ്ണെഴുതി തന്നത്. അത് +2 പഠിക്കുമ്പോൾ. പിന്നെ ഐലൈനർ ഇങ്ങനെ കൺപീലിയിൽ ഒട്ടി നിൽക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ തുടച്ചു മാറ്റി. ഇനി നമുക്ക് താഴെ കണ്ണെഴുതി കൊടുക്കണം. ഞാൻ ഈ ഐ സ്റ്റിക്ക് വെച്ചിട്ടാണ് താഴെ എഴുതി കൊടുക്കുക. ഇങ്ങനത്തെ ഈ ചെറുത് വെച്ചിട്ടല്ലായിരുന്നു ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വേറൊരു പെൻസിൽ ടൈപ്പിലുണ്ടാവില്ലേ, അതുപോലത്തെ ഐടെക്സിൻ്റെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐടെക്സ് അല്ല, ഡാസ്ലറിൻ്റെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് തീർന്നുപോയി. വാങ്ങിക്കാൻ പോയപ്പോൾ അതവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇത് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് സിന്ദൂരം വെച്ച് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വെച്ചാൽ മതി. വലിയ ഇതൊന്നും വെക്കുന്നത് എനിക്കിഷ്ടമല്ല, വലിയ നീളത്തിലൊന്നും വെക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ചെറുതായിട്ടൊരു സിന്ദൂരം വെച്ച് കൊടുക്കും. കമ്മലിടാം. ഇതെനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മലാണ്, ഒരു കുഞ്ഞ് ചുമപ്പ. അതിട്ട് കൊടുക്കാം. എനിക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മാലയും കമ്മലും വളയൊന്നും അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല. എവിടെയെങ്കിലും പോയി വന്ന് കഴിഞ്ഞാൽ തന്നെ ഞാനത് കൂരിയും. ആ ഒരു ശീലമാണ്. അത് കഴിഞ്ഞ് എന്തോ മറന്ന പോലെ തോന്നും. അതന്നെ പൊട്ടിടാതെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വലിയ പൊട്ടാണ് ഞാൻ ഇട്ടത്. ഇനി നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ എപ്പോഴൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല, വെറുതെ വാങ്ങിച്ച് വെച്ചതാണ്. എനിക്കിത് വലിയ ഇഷ്ടമൊന്നുമല്ല. ഒരു സ്ട്രോബെറീൻ്റെ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മസ്റ്റായിട്ട് എന്തെങ്കിലും ഇടണം. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കും. നമുക്ക് ചന്ദനക്കുറി വെച്ച് കൊടുക്കാം. ഇത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ വേറെ തന്നെ ഒരു ഇതിലാക്കി വെച്ചതാണ്. അതിലാകുമ്പോൾ വെള്ളം നനച്ചിട്ട് അതിൽ നിന്ന് തന്നെ എടുത്ത് വയ്ക്കാമല്ലോ. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടോ. സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള കുർത്തി ടൈപ്പാണ് ഇട്ടത്. ഇനി മുടി കെട്ടാൻ കൂടെ ബാക്കിയുള്ളൂ, അതും കൂടെ കെട്ടാം.
അപ്പോൾ ആദ്യം ഇതിൻ്റെ ചെടയൊക്കെ കളഞ്ഞിട്ട് വരാം. അതിന് ശേഷം നമുക്ക് മുടിയുണ്ടാട്ടോ. അങ്ങനെ മുടിയൊക്കെ ചീകി റെഡിയാക്കി വന്നപ്പോഴത്തേക്കും മുടി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ ഹെയർ സിറം തേക്കാം കേട്ടോ. മുടിക്ക് കുറേ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് നല്ല കുരു വരുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഇട്ട് നമ്മൾ ചീകിയൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മുഖത്തേക്ക് ഇങ്ങനെ എണ്ണ ഒലിച്ച് വരും. അതുകൊണ്ട് എനിക്ക് എണ്ണയിടാൻ മടിയാണ്. അതിനുപകരമായിട്ട് ഹെയർ സിറം ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അങ്ങനെ നിൽക്കില്ല, ഡ്രൈ ആവാതെ. ഇതുപോലെ മുടിയൊക്കെ ഡ്രൈ ആയിരിക്കുന്നവർക്ക് ഇതുപോലെ സിറം വാങ്ങിച്ച് തേക്കുകയാണെങ്കിൽ നല്ലതാണ്. എപ്പോഴും യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുറച്ച് നല്ല വൃത്തിക്ക് മുടിയൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിറമൊക്കെ തേക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സാധാരണ സിമ്പിളായിട്ട് കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു ബുഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാബോ അങ്ങനത്തെ എന്തെങ്കിലും വെക്കുകയാണ് ഞാൻ. അതാണ് എനിക്കിഷ്ടം. കുറച്ച് എന്നിട്ട് ഇങ്ങനെ പടർത്തിരുന്നതാണ് എനിക്കിഷ്ടം. അപ്പം എനിക്ക് ഇതിൻ്റെ ഈ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ക്രാബ് തന്നെ കിട്ടിയിട്ടോ. ഇത് എപ്പോഴും മാച്ചായിട്ടുള്ളതൊന്നല്ല വെക്കുക. എടുത്തപ്പോൾ ഇത് കിട്ടിയതാണ്. വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് കളർ പോലെ തന്നെയാണ്. അപ്പം അങ്ങനെ അതും വെച്ചു. ഇനി കൈയൊന്ന് ചെറുതായിട്ട് നനച്ചിട്ട് ഈ സൈഡിലുള്ള മുടിയൊക്കെ ഒന്നിങ്ങനെ പിരിച്ചെടുക്കുകയാണെങ്കിൽ അതിങ്ങനെ സൈഡിലിങ്ങനെ സ്പ്രിങ് പോലെ നിൽക്കും. അത് ഞാനെപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. എപ്പോൾ ഞാൻ മുടി ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലെയും തോന്നില്ല. പിന്നെ ഞാൻ വാസലിൻ്റെ ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈയൊക്കെ ഡ്രൈ ഒക്കെ ആവുന്നതിന് പകരമായിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരുങ്ങുന്നത് നോക്കി ബാക്കിൽ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോടിടയ്ക്ക് സംസാരിക്കുന്നുണ്ട് ഞാൻ. ഇതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ വളയും വാച്ചിടുക. വാച്ചെന്ന് പറഞ്ഞാൽ കുറേ വർഷമായിട്ടുണ്ട്, 2, 3, 4 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഇടാൻ തുടങ്ങിയിട്ട്. ഓടുന്നൊന്നുമില്ല, എന്നാലും ഇതിടാതെ എങ്ങോട്ട് പോകാനും തോന്നില്ല. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.